സർക്കാർ സർവീസില് ഓരോ വകുപ്പിലും ഇരിക്കുന്നവരൊക്കെ മിടുക്കരാണ്. അതായത് PSC വഴി കടന്നു വന്നവര്. അവര് മിടുക്കില്ലെന്ന് ആരെങ്കിലും കാണിക്കുന്നുവെങ്കിൽ അത് നല്ല ചാട്ടവാറ് കൊണ്ട് അടിക്കുക. ചാട്ടവാറ് കൊണ്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ ചാട്ടവാറ് കൊണ്ട് അടിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കർശന നിർദ്ദേശങ്ങൾ. നിന്റെ പോക്കറ്റിൽ നിന്റെ ശമ്പളം വന്ന് വീഴണമെന്നുണ്ടെങ്കിൽ നിന്റെ ജോലി കൃത്യമായി ചെയ്യുക, കാര്യക്ഷമതയോട് ചെയ്യുക. ആ തരത്തിലുള്ള ചാട്ടവാറടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം അവരെല്ലാം മിടുക്കരാണ്. അങ്ങനെ മിടുക്കർക്ക് മാത്രമേ PSC എന്ന കടമ്പ കടന്ന് ഗവൺമെന്റ് സർവീസിൽ എത്താൻ പറ്റൂ. അങ്ങനെ എത്തിയവരെ ഉറങ്ങുന്നു എങ്കിൽ ഒന്നും ചെയ്തില്ലെങ്കിലും ചോദിക്കാനും പറയാനും ആളില്ല എന്ന ധാരണ അവിടെ പരന്നത് കൊണ്ടാണ്. അപ്പൊ അവരെ കാര്യക്ഷമമാക്കുക. ഈ സർക്കാർ ഓർക്കേണ്ട, LDF സർക്കാർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് കാൾ മാർക്സ് പറഞ്ഞിരിക്കുന്നത്? കാൾ മാർക്സ് സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് ശക്തരാകുവിൻ എന്ന് പറഞ്ഞു. അദ്ദേഹം അവരെ എല്ലാം സംഘടിപ്പിച്ചു, അവരെ യോഗ്യരാക്കി അവരോട്. പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യമുണ്ട്. നിങ്ങളുടെ സാങ്കേതിക വിദ്യയിൽ താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പറ്റാത്ത രീതിയിൽ, സാങ്കേതിക വിദ്യ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കും. നമുക്കറിയാം ഇപ്പോ AI-യുടെ വരവോട് കൂടിയിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ലോകത്ത് പെട്ടെന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ വളരണം. അതിനെന്താണ് മാർക്സ് പറഞ്ഞിരിക്കുന്നത്? ആ മാർക്സിന്റെ ദാസ് ക്യാപിറ്റലൊക്കെ ഒന്ന് എടുത്ത് വായിക്കണം നേതാക്കന്മാർ, അപ്പോഴേ അറിയാവുള്ളൂ. റീസ്കിൽ യുവർ സെൽഫ് എന്നാ പറഞ്ഞിരിക്കുന്നത്. മടിയന്മാരായിട്ടിരുന്ന് കാശ് കൈക്കൂലിയും നോക്കുകൂലിയും മേടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, റീസ്കിൽ യുവർ സെൽഫ്. അപ്പൊ അത് ഈ ഗവൺമെന്റില് ഏതെങ്കിലും കാരണവശാല് ആദ്യമൊക്കെ സർവീസിൽ കയറിയവർക്ക് അറിയാൻ വയ്യാത്ത ടെക്നോളജി ഉണ്ടെങ്കിൽ ട്രെയിനിങ് കൊടുത്താൽ മതി. അവരതൊക്കെ അതൊക്കെ എന്താണ് കൈപ്പറ്റാൻ തക്ക ശേഷിയുള്ളവരാണ്. ആ ശേഷി തെളിയിച്ചാണ് അവർ വന്നിരിക്കുന്നത്. അങ്ങനെ അവരെ കൊണ്ട് ചെയ്യിക്കേണ്ട ജോലി അവരെ നോക്കി നിർത്തിച്ച് പുറം കരാർ കൊടുത്ത് ചെയ്യിപ്പിക്കുക. അത് സർക്കാർ ജീവനക്കാരെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്, അവരെ ഇകഴ്ത്തി കെട്ടുന്നതിന് തുല്യമാണ്. അങ്ങനെ ഇകഴ്ത്തി കെട്ടിയിട്ട് അവർക്ക് അർഹതയുള്ളത്, അവർക്ക് ശമ്പളം 5 വർഷം തോറും ശമ്പള പരിഷ്കരണം നടത്തി കൊടുക്കുന്നു. ആ ശമ്പള പരിഷ്കരണത്തിന് പകരം അവരെ കൊണ്ട് നന്നായി ജോലി ചെയ്യിപ്പിക്കുക. അവർക്ക് ശമ്പള പരിഷ്കരണം കൊടുത്തോളൂ, അതിന് ഒരു പ്രശ്നവുമില്ല. കാരണം അത് അവർ അർഹിക്കുന്നതാണ്. പക്ഷെ അർഹത സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം, ഒരു അറ്റ്മോസ്ഫിയർ ആ സെക്രട്ടേറിയറ്റിനകത്ത് തന്നെ ഉണ്ടാകണം. ഇതാ കേരളീയം നടക്കുന്നു, എല്ലാവരും ഇറങ്ങി വരൂ, അവിടെ വന്ന് നോക്കി നിൽക്കൂ, ആസ്വദിക്കൂ എന്ന് പറയുകയല്ല വേണ്ടത്. അവനവന്റെ കസേരയിലിരുന്ന് അവനവൻ ചെയ്യേണ്ട ജോലി ചെയ്യുക എന്നാണ് പറയേണ്ടത് ഒരു സർക്കാർ. അങ്ങനെ സർക്കാർ പറയുകയും അങ്ങനെ ജോലി ചെയ്യുകയാണെങ്കിൽ ഈ പറയപ്പെട്ട മിഷൻ മോഡുകളെയൊക്കെ തച്ചുടച്ച് ദൂരെ എറിയുക. എന്നിട്ട് സെക്രട്ടേറിയറ്റിൽ ഓരോ വകുപ്പും ചെയ്യേണ്ട ജോലി അവരെ കൊണ്ട് ചെയ്യിക്കുക. അങ്ങനെയാവുമ്പോ ദൂർത്തുണ്ടാവുകയില്ല, അനാവശ്യ ചെലവ് ഉണ്ടാവുകയില്ല, ഖജനാവിൽ നിന്ന് ചോർച്ച ഉണ്ടാവില്ല, ഖജനാവിലേക്ക് വരുന്ന ഫണ്ട് അവിടെ തന്നെ കിടക്കും. അതുപോലെ തന്നെ കാര്യക്ഷമതയുടെ കാര്യത്തില് ഓരോ സർക്കാർ ഉദ്യോഗസ്ഥനും മുന്നിട്ട് ഞാൻ മുന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കത്തക്ക രീതിയിൽ വേണം അവരെ പ്രോത്സാഹിപ്പിക്കാനും അങ്ങനെ അവരെ മുന്നോട്ട് കൊണ്ടുപോകുക. അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു കാരണവശാലും ഈ പറയപ്പെട്ട ജീവാനന്ദം എന്ന പദ്ധതിക്ക് പ്രസക്തിയേ ഇല്ല, അതിന്റെ ആവശ്യമേ വരുന്നില്ല. അഥവാ അത് കൊണ്ടുവന്നാൽ തന്നെ എനിക്ക് തോന്നുന്നില്ല അതായത് സെൻസിബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് സെർവൻസ് ആരെങ്കിലും ഈ മൂന്നാമത്തെ ഒരു പദ്ധതി, അതായത് മെഡിസെപ് പദ്ധതി, അത് തന്നെ അവർക്ക് കുരുക്കാണ്. പക്ഷെ അതായത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ അത് തീർച്ചയായിട്ടും കുരുക്കല്ല. പക്ഷെ അതിനെ നേർവഴിക്ക് നയിക്കണം. നേർവഴിക്ക് നയിച്ചാല് അത് തീർച്ചയായിട്ടും അവർക്ക് വലിയ നല്ലൊരു പദ്ധതിയായിട്ട് പരിണമിക്കും. മറിച്ച് അതേസമയത്ത് ഈ ജീവാനന്ദം എന്തിന്? സർക്കാരിന് വേറെ ഇപ്പോൾ തന്നെ ട്രഷറിയിൽ പെൻഷൻ പറ്റുന്നവരുടെ ഫണ്ട് ട്രഷറിയിൽ ഇട്ടാൽ അവർക്ക് ഒരു ഉയർന്ന പലിശ കൊടുക്കും എന്ന് വാഗ്ദാനം ചെയ്താൽ മാത്രം മതി. ആ ഫണ്ട് എല്ലാം ട്രഷറിയിൽ കിടക്കും. ആ ട്രഷറിയിൽ കിടക്കുന്ന ഫണ്ട് അവരുടെ ആവശ്യം അനുസരിച്ച്, മറിച്ച് എന്താണ് സംഭവിക്കുക? അങ്ങനെ ഒരു ഓഫർ അവർക്ക് കൊടുത്തില്ലെങ്കിൽ, അതായത് അതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ വേണമെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കൊണ്ട് ആ നയമാറ്റത്തിന് തയ്യാറാക്കിക്കണം. കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തീരുമാനങ്ങളിൽ തന്നെ മാറ്റം വരുത്തണം. അതായത് മുത്തൂറ്റിലേക്കോ എന്താണ് പറയുക FCL ഫിൻകോർപ്പിലേക്കോ പോലെയുള്ള കമ്പനികളിലേക്ക് ഈ സർക്കാർ ജീവനക്കാർ വിരമിക്കുമ്പോൾ കിട്ടുന്ന 15 ലക്ഷം മുതൽ 80 ലക്ഷം വരെയുള്ള രൂപ ഒഴുകിപ്പോകാതെ ആ പണം മുഴുവനും ട്രഷറിയിൽ കിടക്കട്ടെ, ഒരു ഉയർന്ന പലിശ അവർക്ക് കൊടുക്കുക. അങ്ങനെ ട്രഷറിയിൽ കിടന്നാൽ ട്രഷറി ഈ പറയപ്പെട്ട ജീവനാന്തത്തിനും ആജീവനാന്തത്തിനും ജീവാനന്ദത്തിനും ഒന്നും പോകേണ്ടി വരില്ല. ആ പണം അവർ ട്രഷറിയിൽ തന്നെ ഇടും. കാരണം
മറ്റേതൊരു ഫിൻകോർപ്പിലും കൊണ്ടേ ഇടുന്നതിനേക്കാളും അവർ ഏതൊരു പിന്നെ മലയാളിക്കും വിശ്വാസം കാണും ട്രഷറിയിൽ ഇടുന്നതിനെ പറ്റി. ട്രഷറി ഒരു ദിവസം അടച്ചിട്ടാലും അടുത്ത ദിവസം തുറക്കുമെന്ന് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഉയർന്ന പലിശ, ICL, ഫിൻകോർപ്പ്, അങ്ങനെ ഏതൊരു പിന്നെ മുത്തൂറ്റിലെ എവിടെ കൊണ്ട് കിട്ടുന്ന എത്ര വലിയ പലിശ കിട്ടുമെന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന വലിയ അപകടം മനസ്സിലാകുന്നവരാണ് നിക്ഷേപകര്. പക്ഷെ ട്രഷറി അങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ട് ഉയർന്ന പലിശ കൊടുക്കുകയാണെങ്കിൽ ഈ പണം മുഴുവൻ ട്രഷറിയിൽ കിടക്കും, വർഷങ്ങളോളം കിടക്കും. കാരണം ആവശ്യം അനുസരിച്ച് മാത്രമേ അവരതിൽ നിന്ന് പിൻവലിക്കുകയുള്ളൂ. അങ്ങനെ പിൻവലിക്കാനുള്ള ചില സാഹചര്യങ്ങളും കൂടി, ചില വ്യവസ്ഥകൾ കൂടി വെച്ചു കഴിഞ്ഞാൽ ആ പണം അങ്ങനെ കിട്ടും. അല്ലാതെ ജീവാനന്ദം എന്ന ഒരു പുതിയ വിഭവ സമാഹരണ സ്കീം കൊണ്ടുവരികയും അങ്ങനെ ജീവനക്കാരെ പൂട്ടിയിട്ട് കളയാം എന്ന് വിചാരിക്കുകയും ചെയ്യരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയെപ്പറ്റി ഒരു പുനരാലോചന വേണ്ടിവരും. ഇല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർ ആലോചനയ്ക്ക് ഗവൺമെന്റിനെ വിധേയമാക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.